ശൈത്താന് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തരുടെയും മൂർദാവിൽ 3 കെട്ടുകളിടുമെന്നാണ് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. യഅഖിദു ശൈത്താനു, ശൈത്താൻ കെട്ടിടുന്നതാണ് അലാ കാഫിയത്തി റഅസി അഹദിക്കും, നിങ്ങളിൽ ഓരോരുത്തരുടെയും തലയുടെ മൂർദാവിൽ, ഇദാ ഹുവ നായിമുൻ, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, സലാസ ഉഖദിൻ, 3 കെട്ടുകൾ. യദ്രിബു അലാ കുല്ലി ഉഖദത്തിൻ അലൈക ലൈലുൻ തവീൽ ഫർഖുദ്, ഓരോ കെട്ടിലും അവനിങ്ങനെ അടിച്ചുകൊണ്ട് പറയും, രാത്രി ഇനിയും ഒരുപാട് ദൈർഘ്യമുണ്ട്, കുറേ സമയമുണ്ട് ഇനിയും രാത്രി, അതുകൊണ്ട് നീ ഉറങ്ങിക്കോ. വൈനിസ്തൈഖല, അങ്ങനെ ഒരാൾ ഉണർന്നാൽ, ഫദക്കറല്ലാഹ തആല, അവൻ അല്ലാഹുവിനെ ഓർത്തു. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ, മരണത്തിൻ്റെ സഹോദരനാകുന്ന ഉറക്കിൽ നിന്ന് എന്നെ ഉണർത്തി എനിക്ക് വീണ്ടും ജീവൻ തന്ന അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയുമെന്നുള്ള ആ ഒരു നല്ല ഒരു ഓർമ്മയുടെ വഴിയിലേക്ക് പടച്ച റബ്ബിനെ ഓർത്തു. എന്നാൽ ഇൻഹല്ലത്ത് ഉഖദത്തുൻ, ഒരു കെട്ട് അഴിയുന്നതാണ്. ഫഇൻ തവല്ല, ഇനി അവൻ ആത്മാർത്ഥമായി അങ്ങനെ നേരത്തെ എണീറ്റ് അവൻ അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനെ ഓർത്ത് അവൻ നന്നായി ഉളൂ ചെയ്താൽ, ഇൻഹല്ലത്ത് ഉഖദത്തുൻ, രണ്ടാമത്തെ കെട്ടും അഴിയുന്നതാണ്. ഫഇൻ സല്ലാ ഇൻഹല്ലത്ത് ഉഖദത്തു കുല്ലുഹ, ഇനി അവൻ നിസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ മൂന്നാമത്തെ കെട്ടും എല്ലാ കെട്ടും അഴിയുന്നതാണ്. അങ്ങനെ ഫഅസ്ബഹ നശീതൻ ത്വയ്യിബൻ നഫ്സി, നല്ല ഉന്മേഷവാനായി നല്ല മനസ്സോടുകൂടി അവൻക്ക് പ്രഭാതത്തിലാകുവാനും ആ ദിവസം ആരംഭിക്കുവാനും സാധിക്കും. ഇല്ല, നീ ഇങ്ങനെ ഒന്നുമില്ല, പിശാച് വന്നിട്ട് ഇനിയും രാത്രി ഒരുപാട് നേരമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി. എന്നാൽ അസ്ബഹ ഖബീസൻ നഫ്സി കസലാൻ, ഏറ്റവും വലിയ മടി, ആ ദിവസം ഒരു ഉന്മേഷം ഉണ്ടാകൂല, ചീത്ത മനസ്സിൻ്റെ ഉടമയായി, തിന്മയുടെ വഴിയിലായി, പിശാചിൻ്റെ പ്രേരണകൾക്കടിമയായി, പരാജയത്തിൻ്റെ വഴിയിലായിട്ടായിരിക്കും ആ ദിവസത്തിൽ അവൻ പ്രഭാതത്തിലാകുന്നത് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു ഈ ഹദീസിൻ്റെ പൊരുൾ കൃത്യമായി മനസ്സിലാക്കി പിശാചിൽ നിന്ന് അകലം പ്രാപിക്കുവാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ.